പാകിസ്ഥാനിലെ കിരാണ ഹിൽസ് ഇന്ത്യ തകർത്തു. പാകിസ്ഥാനിലെ കിരാണ ഹിൽസിൽ അണുവികിരണമുണ്ടായി അല്ലെങ്കിൽ ആണവ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്ന സുപ്രധാന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഒരു ആണവ അടിയന്തരാവസ്ഥ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടെ നമുക്ക് ലഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ ന്യൂക്ലിയർ സേഫ്റ്റി വിമാനങ്ങൾ പറന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണത്. ഒരു രാജ്യത്ത് അമേരിക്കയുടെ ഒരു നിരീക്ഷണത്തിൽ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു രാജ്യത്ത് എന്തെങ്കിലും ആണവ ഇൻസ്റ്റലേഷനുകൾക്ക് സംഭവിച്ചാൽ അത് ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന സംഘമാണിത്. അതിന്റെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണിത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഈജിപ്തിന്റെ ഒരു വിമാനം കൂടി അവിടെ പറന്നിറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈജിപ്തിന്റെ വിമാനം അവിടെ വരുമ്പോൾ നമ്മൾ എന്താണ് പ്രധാനമായും അനുമാനിക്കേണ്ടത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ വ്യോമാക്രമണം ശക്തമായി നേരിട്ട സർഗോദ മേഖലയിൽ നിരീക്ഷണ ദൗത്യം നടത്തുന്നതിനായി ഒരു പ്രത്യേക US ആണവ അടിയന്തര സഹായ വിമാനം പാകിസ്ഥാനിൽ പറന്നിറങ്ങി. ആക്രമണങ്ങൾക്ക് ശേഷം പുലർച്ചെ ഒരു ഈജിപ്ഷ്യൻ വ്യോമസേനയുടെ IL-76 സൈനിക ചരക്ക് വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയതായി പറയപ്പെടുന്നു. ഇതാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് ആക്കം കൂട്ടുന്നത്. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഗൂഢാലോചനയ്ക്ക് ആക്കം കൂട്ടുന്നത്. ഔദ്യോഗിക സ്രോതസ്സുകളുടെ വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രതിരോധ നിരീക്ഷകർ എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? എന്തിനാണ് ഈജിപ്ഷ്യൻ വിമാനം അവിടെ പറന്നിറങ്ങുന്നത് എന്നുള്ളതാണ്. ഈജിപ്തിലെ നൈൽ ഡെൽറ്റയിൽ ഒരു വലിയൊരു നിധിയുണ്ട്. ആ നൈൽ ഡെൽറ്റയിൽ ബോറോൺ 10 എന്ന് പറയുന്ന മിനറൽ അത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ ബോറോൺ 10 എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടായി കാണും. ഈ ബോറോൺ 10 എന്ന് പറയുന്നത് ആണവ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന അറിയപ്പെടുന്ന വികിരണ ആകിരണ ഗുണങ്ങളുള്ള ഒരു പദാർത്ഥമാണ്. അതായത് എവിടെയെങ്കിലും ആണവ ചോർച്ച ഉണ്ടായാൽ, ആണവ നിലയങ്ങൾ തകർന്നാൽ ഈ ബോറോൺ 10 ഉപയോഗിച്ച് ആ ആണവ ചോർച്ച നമുക്ക് അടയ്ക്കാൻ അല്ലെങ്കിൽ ആ ആണവ ചോർച്ച നമുക്ക് തടയാനായി സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും ഏകദേശം അതേ സമയത്ത് തന്നെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയിൽ നിന്നൊരു കോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതായിരിക്കണം ചിലപ്പോൾ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി നമ്മുടെ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. എന്തായാലും ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ അടുത്തായിരുന്നു, അങ്ങനെയാണെങ്കിൽ അത് മനഃപൂർവ്വമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ആണവ ഒരു ഇൻസ്റ്റലേഷന് പാകിസ്ഥാന്റെ കനത്ത നാശം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അണുവികിരണം ഉണ്ടായിരിക്കുന്നു, ആണവ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.